കൊടുവള്ളി മദ്രസ ബസാറിൽ വീണ്ടും അപകടം. ടൂറിസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 15ഓളം പേർക്ക് പരിക്കേറ്റു. ബസ് യാത്രക്കാരായ 10 പേർക്കും നാട്ടുകാരായ 3 പേർക്കും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 2 പേർക്കുമാണ് പരിക്കേറ്റത്. 2 സ്കൂട്ടറുകളും തകർന്നു. രാവിലെ 7 മണിക്കായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ്. കൊടുവള്ളിക്കടുത്ത് മദ്രസ ബസാറിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചുകയറി ഒരു കുട്ടിയും ബസ് ഡ്രൈവറും ഉൾപ്പെടെ 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. ബസ് യാത്രക്കാരായ 10 പേർക്കും നാട്ടുകാരായ 3 പേർക്കും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഇതിൽ ബസ് ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് വനപകടം ഉണ്ടായത്. ബംഗളൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോൺക്രീറ്റ് ബീം തകർത്ത് ബസ് കടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. ചുരം ഇറങ്ങാനാവുമ്പം ഒരു വല്ലാത്ത രീതിയിലായിരുന്നു ചുരം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം ശരിക്കും എനിക്ക് നല്ല പേടിയായി. അപ്പം ഞാൻ വന്ന് 2-3 പ്രാവശ്യം ആ ഡ്രൈവറോടോ അവരെ ഹെൽപ്പറോടൊക്കെ ഞാൻ പറഞ്ഞു, ക്ലീനറോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മെല്ലെ പോകണം, ഭയങ്കര സ്പീഡാന്ന് പറഞ്ഞു. അപ്പം ഇല്ല, റോഡ് ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറച്ച് സമയത്തേക്ക് പിന്നെ ഒന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഇതേമാതിരി ഭയങ്കര സ്പീഡായിരുന്നു. ഇതിൻ്റെ മുന്നിലുള്ളൊരു 2 വളവ് മുന്നേ ഭയങ്കര ഒരു വല്ലാത്ത വളവ് വളച്ചു. അതൊക്കെ ഭയങ്കര നല്ലോണം പേടിച്ചിരുന്നു. അതിനോട് ഞാൻ ഇറങ്ങാൻ റെഡി ആയിട്ട് നിന്നതായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അതിൻ്റെ ആ സൺഷെയ്ഡിൻ്റെ അകത്ത് വന്ന് ശരിക്കും ബ്ലോക്കായി പോയേനെ, പെട്ടുപോയേനെ. ഇടിയുടെ ആഘാതത്തിൽ 2 ഇരുചക്ര വാഹനങ്ങൾ ബസിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ കൊടുവള്ളി മദ്രസ ബസാറിൽ നടക്കുന്ന 2ാമത്തെ അപകടമാണിത്. കഴിഞ്ഞ ദിവസം KSRTCയുടെ സ്വിഫ്റ്റ് ഡീലക്സ് ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയതിന്റെ എതിർവശത്താണ് ശനിയാഴ്ച വീണ്ടും അപകടമുണ്ടായത്. അന്ന് വളവ് തിരിയുന്നതിനിടെ മരത്തിൽ തട്ടിയ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എന്നാൽ നിരന്തരമുണ്ടാകുന്ന അപകടം സംബന്ധിച്ച് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മെനിയാന്ന് ഒരു അപകടം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ മദ്രസ പോണ കുട്ടികൾ 100 കണക്ക് കുട്ടികളെ രാവിലെ 7 മണി മുതൽ പിന്നെ ഒരു 9:30 മണി വരെ. അന്നേരം കുട്ടികളില്ലാത്തതിനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. കുട്ടികൾ അതൊന്നും ചെയ്യാൻ കഴിയില്ല. ബസ് നേരെ വന്നിട്ട് നേരെ ഇവിടെ കയറിയതിൻ്റെ ആയിട്ട് ഇവിടെ 2-3 ആൾക്കാർ ഓടി രക്ഷപ്പെട്ടതാണ്. അന്ന് പിന്നെ അടിയന്തരമായ ഒരു പരിഹാരം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പരിഹാരം തന്നെ ഇപ്പോൾ MLA പറഞ്ഞിട്ടേ ഉള്ളൂ. ഹൈവേ മാർച്ച് അടക്കം നടത്താനുള്ളത് പരിപാടി ഞങ്ങൾ മുന്നോട്ട് പോവുക. അപകടത്തിൽ പരിക്കേറ്റ 10ഓളം പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരായ അപ്പുക്കുട്ടി, മഞ്ജുഷ നെടുമല, ഹുസൈൻകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും 2 സ്കൂട്ടറുകളും തകർന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.